ഇതിപ്പം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളിപ്പം ലോകം മൊത്തം ശ്രദ്ധിച്ച ഒരു പരിപാടിക്കിടയിലാണല്ലോ നമ്മൾ കാർപ്പറ്റ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഒരുപാട് മീഡിയയിലും ഇപ്പം മന്ത്രി തന്നെ അത് സോഷ്യൽ മീഡിയയിലൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളൊരു അമേരിക്കൻ കമ്പനി ഫൈബർ വർക്ക്സ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി വഴിയാണ് ഈ ഓർഡർ ആദ്യമായിട്ട് വരുന്നത്. ഈ ഓർഡറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ബേസ് കാർപ്പറ്റ് വളരെ പ്യുവർ വൈറ്റ് ആയിരിക്കണം. ഇത് പ്യുവർ വൈറ്റ് കാർപ്പറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 2 ഫൈബർ ഒരു പ്രത്യേക ടൈപ്പ് ഫൈബറാണ്. ഇത് മാഡഗാസ്കറിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അത് മാത്രമല്ല, അത് ഈ വെള്ളം വന്നാലും അത് വെള്ളം സോർട്ട് ചെയ്ത് ഒരു വിധത്തിലുള്ള കരടോ ഒന്നും കാണാൻ പാടില്ല. അപ്പോൾ ഈ പെർട്ടിക്കുലർ കാർപ്പറ്റ് ഞങ്ങൾക്ക് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ അത്രയും ലേബർ ഇൻറ്റൻസീവാണ്. മെഷീനിലുണ്ടാക്കുന്ന ഒരു സംഗതിയാണെങ്കിലും ഒരു കാർപ്പറ്റാണെങ്കിലും അതിൻ്റെ ബേസിക്കായിട്ട് അതിൻ്റെ ഫൈബർ സെലക്ഷൻ എല്ലാം കൈകൊണ്ടാണ്. പിന്നെ അത് സ്പിൻ ചെയ്ത് വീവ് ചെയ്ത് എടുക്കണം. അത് ആ വീവിങ് എന്ന് പറഞ്ഞാൽ അത് അവിടെയും വളരെ സ്പെഷ്യലൈസ്ഡാണ്. ഈ കാർപ്പറ്റ് വളരെ ടൈറ്റ്ലി വോവനാണ്. അതിൻ്റെ കാരണം ഈ മിക്ക സെലിബ്രിറ്റീസും സ്റ്റിലെറ്റോ ഹീൽസൊക്കെ ഇട്ടുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ സ്റ്റിലെറ്റോ ഹീൽസ് ഇട്ടുകൊണ്ട് വരാൻ നേരത്ത് ഈ സ്റ്റിലെറ്റോ ഹീൽസ് ഇതിനകത്ത് PS ചെയ്ത് അവർ ട്രിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് 2 കാര്യങ്ങൾ, ഒന്ന് പ്യുവർ വൈറ്റ്, പിന്നെ ഇത് വളരെ ടൈറ്റ്ലി വോവൻ. ക്ലൈമറ്റ് ചേഞ്ച് ദുബായിൽ കോൺഫറൻസിന് അതിൻ്റെ കംപ്ലീറ്റ് കാർപ്പറ്റിംഗ് ഇവിടുന്നായിരുന്നു നമ്മളായിരുന്നു. പിന്നെ ഒരിക്കൽ വളരെ മുമ്പ് നമ്മൾ വൈറ്റ് ഹൗസിൽ 2012 ഒരു എവിടെ നിന്നങ്ങാണ്ട് ഒരു പ്രൈം മിനിസ്റ്റർ വന്നപ്പം അന്ന് നമ്മൾ നമ്മുടെ കാപ്പച്ചായിരുന്നു. പൊതുവെ എങ്ങനെയുണ്ട് നമ്മുടെ ഈ പ്രത്യേകത എന്താ മറ്റുള്ളവരിൽ നിന്നും ഈ ആൾക്കാരെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ആൾക്കാരെ എത്തിക്കാനുള്ള കാരണം? ഇല്ല, ഞങ്ങൾ ഈ മിഷൻ മെയ്ഡ് സൈസിൽ വി ആർ കൺസിഡേർഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഈ ഒരു സൈസൽ ഫീൽഡിൽ ഞങ്ങൾ വേൾഡിൽ അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ്. നമുക്ക് ഓൺഗോയിങ് ആയിട്ട് ഇഷ്ടംപോലെ എൻക്വയറീസ് ഉണ്ട്. ഇപ്പം ചൈനയിൽ ആ ടാരിഫൊക്കെ വന്ന ഇപ്പം ചൈനീസ് ബിസിനസ് കുറേ ഇങ്ങോട്ട് ഡൈവേർട്ട്. പൊതുവേ ഈ കെയർ മാക്സ് ഒക്കെ ഇവിടെ കേരളത്തിൽ അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ബിസിനസ് നടക്കുന്നില്ല എന്നൊക്കെയുള്ളൊരു ഒക്കെയുണ്ട്. അത് അങ്ങനെ എന്താണ്? എൻ്റെ ബ്രദർ പ്രസാദ് കൊയറിൻ്റെ ബിസിനസ്സിലാണ്. അവർക്ക് ഒരുമാതിരി നല്ല ബിസിനസ്സാണ്. പക്ഷേ കയർ ശരിക്കും പറഞ്ഞാൽ ഡോർമാറ്റ് ബിസിനസ്സാണ് ഇപ്പോൾ കൂടുതൽ. കയറിലിപ്പം ഈ കാർപ്പറ്റ് ബിസിനസ് ഇപ്പം ഞങ്ങൾ കയറില്ല ഈ കമ്പനിയിൽ. ഞങ്ങൾ ചെയ്യുന്നത് കംപ്ലീറ്റ് സൈസിൽ ഉള്ള് പോളിപ്രോപ്പിലീൻ, പിന്നെ റിന്യൂവബിൾ കാർപ്പറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഏറ്റവും പുതിയ ഇത് റിന്യൂവബിൾ കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പെറ്റ് ബോട്ടിലില്ലേ, ഈ നമ്മൾ വെള്ളം കുടിക്കുന്ന ബോട്ടിൽ, അത് ഷ്രെഡ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് കാർപ്പറ്റ് ഉണ്ടാക്കുന്നത്. അത് റിന്യൂവബിൾ. അതാണ് ഇപ്പോഴത്തെ പുതിയ വളരെ ഇപ്പോഴത്തെ ന്യൂ റേഞ്ച് എന്ന് തന്നെ പറയാം കാർപ്പറ്റിൽ. റിന്യൂവബിൾ കാർപ്പറ്റ്, അതിൽ ഞങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലില്ലേ, പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽ നമ്മൾ അതെടുത്തിട്ട് അത് ഷ്രെഡ് ചെയ്ത് അതിനകത്തുനിന്ന് നൂലുണ്ടാക്കും. നമുക്ക് വേണ്ടി നമ്മളെ കാർപ്പറ്റ് നമ്മൾ യാൺ ഒരു പഞ്ചാബിലുള്ള ഒരു കമ്പനി ഇരിക്കുന്ന നമ്മൾ യാൺ മേടിക്കുന്നത്. അവർ വളരെ നല്ലൊരു കമ്പനിയാണ്. അവരിത് കംപ്ലീറ്റ് പ്രോസസ്സ് ചെയ്ത് അവർ യാൺ ഉണ്ടാക്കി നമുക്ക് തരും. ആ യാൺ വെച്ചിട്ട് നമ്മൾ കാർപ്പറ്റ്. ഒന്ന് ലൈഫ് ഭയങ്കരമാണ്. പിന്നെ അത് ഇൻഡോർ ഉപയോഗിക്കാം, ഔട്ട്ഡോർ ഉപയോഗിക്കാം, കമേഴ്ഷ്യലായിട്ട് ഉപയോഗിക്കാം, കമേഴ്ഷ്യൽ ഏരിയയിൽ ഉപയോഗിക്കാം. ഇപ്പം ഞങ്ങളത് തന്നെ ഇപ്പോൾ എടുത്ത് ഫയർ പ്രൂഫിങ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കത് ഹോട്ടൽസിൽ ഉപയോഗിക്കാം, കോൺഫറൻസ് റൂമിൽ ഉപയോഗിക്കാം, അങ്ങനെ പല യൂസസും ഉണ്ട്.
പിന്നെ അത് ഡ്യൂറബിളാണ്. വെള്ളം വീണാലും ഒന്നും വീണാലും പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം ആൾക്കാർ നമ്മുടെ ഈ സാധനം ഏത് രാജ്യത്തേക്കാണ്? ഞങ്ങളിപ്പം US-ലേക്കാണ് ഞങ്ങളുടെ മെയിൻ മാർക്കറ്റ്. പക്ഷേ ഇപ്പം ഇമേർജിങ് മാർക്കറ്റായിട്ട് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ UK ആണ്. UK ഈസ് എസ്പെഷ്യലി ഈ ഞങ്ങളുടെ ഈ റിന്യൂവബിൾ കാർപ്പറ്റില്ലേ, അതിന് UK നമ്പർ 1. അവർ ഈ റിന്യൂവബിൾ ഇതിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന യൂറപ്പാണ്. യൂറപ്പും UK-യുമാണ് വളരെ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ തുടക്കം എത്ര കാലമായിട്ട് നമ്മളിതിൻ്റെ ഒരു എത്ര സ്റ്റാഫ്? ഞങ്ങൾ ആസ് എ ഗ്രൂപ്പ് 1917 എൻ്റെ ബ്രദർ പ്രസാദ് ഇത് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ട്രാവൻകൂർ മാത്സ് ആൻഡ് മാരിങ് കമ്പനി എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 4-5 കമ്പനീസുണ്ട്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, KVM ഹോസ്പിറ്റലുണ്ട്. പക്ഷെ ഞാൻ ഈ കമ്പനി തുടങ്ങുന്നത് ശരിക്കും 2000-ലാണ്. എൻ്റെ മകൻ്റെ കമ്പനിയാണ് നെയ്ത്ത് എന്ന് പറയുന്നത്. പുള്ളി ഈ ഇതിനകത്തും ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ്, എക്സ്ട്രാ വീവിലും ഇൻവോൾവ് ആണ്. പുള്ളി ഇതിൻ്റെയൊക്കെ പുറകിലുണ്ട് പുള്ളി. അവൻ ഇതിനകത്ത് ഒരുപാട് ഇൻവോൾവ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ആക്ച്വലി ഇത് നെയ്യുന്നതിൻ്റെ ഇതും ക്വാളിറ്റി ഇതും അതും ഇതൊക്കെ ആയിട്ട് അവൻ ഇൻവോൾവ് ആണ്. ഞങ്ങൾ 3 ഷിഫ്റ്റ് റൺ ചെയ്യുന്ന കമ്പനിയാണ്. 3 ഷിഫ്റ്റ്. ഞങ്ങൾ ഫുൾ ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്ന നേരത്തെ 880 പേരെയാണ് ഞങ്ങൾ സ്റ്റാഫ് ആൻഡ് വർക്കേഴ്സ്. ഇപ്പം എക്സ്പാൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചൊക്കെ ഇരിക്കുകയാണ്. ഇപ്പം ഈ റിന്യൂവബിൾ കാർപ്പറ്റിലേക്ക് വന്നതോടുകൂടി ഞങ്ങളുടെ ഒരു എക്സ്പാൻഷൻ സ്റ്റേജിലേക്ക് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ഞങ്ങൾ കേരള ബേസ്ഡാണ്. ഞങ്ങൾ ഒരു സ്ഥലത്തും പോകുന്നില്ല, കേരളത്തിൽ തന്നെയാണ് ഞങ്ങൾക്ക് തമിഴ്നാട്ടിലോ വേറെ സ്റ്റേറ്റിലോ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ എന്നെ തെലുങ്കാന എൻ്റെ ഒരു ഫ്രണ്ട് ഇൻവൈറ്റ് ചെയ്തതാണ് തെലുങ്കാനയിൽ സെറ്റപ്പ് ചെയ്യാനായിട്ട്. പക്ഷേ ഞങ്ങൾ ആസ് ഓഫ് നൗ ഞങ്ങൾക്ക് കേരളം വിട്ട് പോകാനായിട്ടുള്ള ഒരു ഇതില്ല. ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഇവിടെ വർക്കേഴ്സ് ഇഷ്യൂസ് ഒന്നുമില്ല, ഒരു പ്രോബ്ലം ഇല്ല. പലരുമൊക്കെ പറയും, ഒരുപാട് പേര് ഇങ്ങനെ പറയും കേരളം ഇവിടെ വർക്കേഴ്സിൻ്റെ പ്രശ്നമാണ്, മറ്റാണ് മറിച്ചാണെന്നൊക്കെ. എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. നിങ്ങളിപ്പം ഇൻ്റർനാഷണൽ ലെവലിൽ വർക്ക് ഒരു കമ്പനിയാണ്. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, ഇപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ലോകത്ത് എവിടെയും ചെയ്യുന്നതിനെക്കാട്ടി നമുക്ക് സേഫായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റുമല്ലോ. ഇവിടെ വർക്കേഴ്സ് ഭയങ്കര ഇൻ്റലിജൻ്റാണ്, വളരെ ഇൻ്റലിജൻ്റാണ്, സ്കിൽഫുള്ളാണ്. പിന്നെ ഒരു ഡിസിപ്ലിനുള്ള വർക്ക് ഫോഴ്സാണ്. അവർക്കറിയാം എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്കറിയാം എന്താണ് ക്വാളിറ്റി എന്താണെന്ന് അവർക്കറിയാം, എന്താണ് അവർ ചെയ്യേണ്ടതെന്നറിയാം. അതുകൊണ്ട് ഞങ്ങൾ സാറ്റിസ്ഫൈഡാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതാണ്. നമ്മൾ നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുമോ, വേറെ ഒരു പ്രശ്നവും വരികയില്ല. എൻ്റെ പേര് സന്തോഷ് വേലായുധൻ, അച്ഛൻ്റെ പേര് വേലായുധൻ.